السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ അധ്യക്ഷൻ ശാന്തപുരം മഹൽ ഖാദി MI അബ്ദുൽ അസീസ് സാഹിബ് അവർകളെ, അസിസ്റ്റന്റ് ഖാദി ഉസ്താദ് MT മൊയ്തീൻ മൗലവി അവർകളെ, മഹൽ പ്രസിഡന്റ് ജനാബ് MT കുഞ്ഞലവി സാഹിബ് അവർകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് എന്ത് നന്മയാണോ നാം ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചത്, ആ നന്മകളൊക്കെയും പൂർത്തീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടെ നാളെ റബ്ബിന്റെ സുഖലോക സ്വർഗത്തിലും അവൻ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമുക്ക് സമാഗതമായിട്ടിരിക്കുകയാണ്, വളരെ അടുത്തെത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശഅബാനിലെ അവസാന നാളുകളിൽ നമ്മെ അനുഗ്രഹിക്കുകയും നമ്മൾ റമദാനിലേക്ക് എത്തിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു അതിഥി നമുക്ക് വന്നു ചേരാൻ പോവുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നനച്ചു കുളിക്കുക എന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ നനയൊന്നും കുളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വേറൊരു കുളിയാണ്. വീടുകളുടെ എല്ലാ അരികും മൂലയും അടിച്ചു തുടച്ച് വൃത്തിയാക്കി ആർക്ക് വേണ്ടിയാണ്? നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. വലിയൊരു കാര്യമാണ്. അതുപോലെ പിന്നെ വേറെ നടക്കുന്നൊരു പണിയുണ്ട്. അത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊടിക്കലും അരക്കലും തയ്യാറെടുപ്പുകൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള, അതങ്ങനെ വേണ്ടതുണ്ടോ എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് വേറെ. പക്ഷെ റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ വീടകങ്ങളും നമ്മുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടുകളും ഈ രൂപത്തിൽ നമ്മൾ വൃത്തിയാക്കി ഭംഗിയാക്കി ഒരുക്കി അലങ്കരിച്ച് തയ്യാറാക്കി വെക്കുമ്പോൾ അതുവഴി നമ്മൾ മാനസികമായ ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട്. മാനസികമായൊരു തയ്യാറെടുപ്പ് റമദാനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കില്ലെങ്കിൽ, റമദാൻ എന്ന വലിയ അതിഥിയെ സ്വാഗതം ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറായിട്ടില്ലെങ്കിൽ കേവലമായ ഈ പറഞ്ഞ നനയ്ക്കലും കുളിക്കലും കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഭൗതികമായ നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം ആത്മീയമായും മാനസികമായും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് നമുക്ക് നടത്തേണ്ടതുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരവസരം ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി കിട്ടിയെന്ന് വരില്ല. അഥവാ നമുക്കിത് കിട്ടിയാൽ, അമേസി സാഹിബ് സൂചിപ്പിച്ചു, റമദാനിന്റെ ശവ്വാലിൽ റമദാനിന്റെ പിറ കണ്ട് നമ്മൾ അതിലേക്ക് അങ്ങ് പ്രവേശിച്ചാലേ നമ്മൾ റമദാനിൽ പ്രവേശിച്ചു എന്ന് പറയും. ഇന്നിപ്പോ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും റമദാനിലേക്ക് പ്രവേശിക്കില്ല.
എത്രയോ പേര് അതിനു മുമ്പും അവരുടെ അജല് പൂർത്തിയാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരുണ്ടാകും. നമ്മളതിൽ ഉൾപ്പെടുമോ എന്ന കാര്യം നമുക്കറിയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാൻ, ആ റമദാനിന്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും വാരി കോരിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുണയാകട്ടെ. റമദാനിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു ഹദീസിന്റെ ഒരു ഭാഗമുണ്ടല്ലോ, മിമ്പറിൽ നിന്നുകൊണ്ട് 3 തവണ ആമീൻ 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 അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ, എന്തുകൊണ്ടാണ് പ്രവാചകരെ ആർക്കു വേണ്ടി ഏത് പ്രാർത്ഥനയ്ക്കാണ് അങ്ങ് ആമീൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ. എന്റെ പേര് കേൾക്കുമ്പോ അതിനെ അവഗണിച്ചവർ, സ്വലാത്ത് ചൊല്ലാനും അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കാനും പഠിക്കുന്നവർ, അവർക്കെതിരായ പ്രാർത്ഥന, മറ്റൊന്ന് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവരെ ഉപയോഗപ്പെടുത്തി സ്വർഗം നേടാൻ കഴിയാത്ത ഹതഭാഗ്യത്തെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള പ്രാർത്ഥന, അവർക്കെതിരെയുള്ള പ്രാർത്ഥന, മറ്റൊന്ന് ഒരാൾക്ക് റമദാൻ വന്ന് കിട്ടി, ആ റമദാൻ കിട്ടിയിട്ടും അത് റമദാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവസരം കിട്ടാതെ പോയ നിർഭാഗ്യവാനെ കുറിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം വലിയൊരു അവസരമാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന് നമ്മൾ ഒന്നാമതായിട്ട് കരുതുക. ഒരു വലിയ അവസരം, ഒരു വലിയ ചാൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നതല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല കരുണാനിധിയാണ്, കരുണക്കടലാണ്. അവന്റെ കാരുണ്യം റഹ്മത്തി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തെ ചൂടും ചൂഴ്ന്ന് മൂടി നിൽക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നമ്മോട് വല്ലാത്ത കരുതലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി നല്ല മനുഷ്യരായി ജീവിച്ച് അവൻ നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സുഖലോക സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഏറെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അല്ലാഹു തആല നമുക്ക് തുറന്നു തരും. ഓരോ അവസരങ്ങളും അല്ലേ? ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ ആ 2 ജുമുഅക്കിടയിലുള്ള പാപങ്ങളുടെ പരിഹാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ആ 2 റമദാനുകൾക്കിടയിലുള്ള പാപങ്ങളുടെ പരിഹാരമാണെന്ന് പറഞ്ഞില്ലേ? ധാരാളം അവസരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്കായിട്ട് ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. മനുഷ്യരും പല കാരണങ്ങളാൽ, സാഹചര്യങ്ങളാൽ, ചുറ്റുപാടുകളാൽ പല വഴികളിലൂടെ മനുഷ്യർ സഞ്ചരിച്ചെന്നിരിക്കും. പല രൂപത്തിൽ അവന്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മനുഷ്യർ വീണുപോകും, കാലിടറിപ്പോകും. മനുഷ്യനാണ്, കൽബാണ്, മാറുകയും മറിയുകയും ചെയ്യുന്ന കൽബും മനസ്സുമുള്ള മനുഷ്യൻ ഒരുപക്ഷെ അവന്റെ ദിശ തെറ്റി സഞ്ചരിക്കുകയും അവന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് തെറ്റി വ്യതിചലിച്ചു മറ്റൊരു പാതയിലൂടെ അല്ലെങ്കിൽ പല പാതകളിലൂടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വരച്ച് കാണിച്ചില്ലേ? യഥാർത്ഥത്തിൽ ലക്ഷ്യം കിടക്കുന്നത് അവിടെയാണ് എത്തേണ്ടത്. പക്ഷേ ഈ പോകുന്ന വഴിയിലൊക്കെ, പാതകളിലൊക്കെ ഓരോ വഴികൾ, എക്സിറ്റുകൾ ഇങ്ങനെ കാണാം. അപ്പൊ അവിടേക്കൊന്ന് തുറന്നു നോക്കും, അതിന് വിരി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, അത് മനോഹരമായി തോന്നുന്നു. അവിടെ കുറച്ചാളുകൾ ഇറങ്ങി, ഇവിടെ ഒരു എക്സിറ്റ്, അവിടെ മനോഹരമായി തോന്നുന്നു. അവിടെ കുറച്ചാളിറങ്ങി, അവിടെ കുറച്ചാളിറങ്ങി. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഈ മാരത്തോണൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് ആളുകൾ ഒന്നിച്ചോടും. 20,000, 5,000, 10,000 ആളുകളൊക്കെ ഓടി 15-20 കിലോമീറ്ററൊക്കെ ഓടണം അല്ലേ? ഓടിക്കഴിഞ്ഞ് അവസാനം അവിടെ ഫിനിഷ് ചെയ്യുന്നവർ എത്ര ആയിരിക്കും അറിയോ? വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമായിരിക്കും. മനുഷ്യർ അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഫിനിഷ് ചെയ്യുന്നതിന് പകരം അവർ കാണുന്ന ഇടവഴികളിലും ഊടുവഴികളിലുമൊക്കെ ഇറങ്ങിപ്പോയി അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്താതെ പോകുന്നുവെന്ന എന്തൊരു കഷ്ടപ്പെട്ട, പ്രയാസകരമായ, ദുഃഖകരമായ സാഹചര്യം ഉണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ കാലിടറി വീണു പോകുന്ന മനുഷ്യൻ, തെറ്റിപ്പോകുന്ന മനുഷ്യൻ, വഴിയറിയാതെ വട്ടം കറങ്ങിയ മനുഷ്യൻ, അബദ്ധങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. എന്തുമാത്രം വലിയ അനുഗ്രഹമാണ്, എന്തുമാത്രം വലിയ കാരുണ്യമാണ്. എന്റെ അടിമകളിൽ പ്രവാചകരെ പറഞ്ഞേക്കുക, എന്റെ അടിമകളിൽ സ്വന്തത്തോട് അക്രമം കാണിച്ചവർ,
പരിധി വിട്ട് പാപങ്ങൾ ചെയ്തവർ, സ്വയം മറന്ന് ജീവിച്ചവർ, ഏതെങ്കിലും ഒരു നിമിഷം അവൻ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ? തിരിച്ചു വരാൻ തയ്യാറുണ്ടെങ്കിൽ അവരോട് പറഞ്ഞേക്കണം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. വേറൊരിടത്ത് ചോദിച്ചു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ആരാ? കാരുണ്യവാനായ തമ്പുരാനല്ലാതെ, കരുണക്കടലായ നാഥനല്ലാതെ നിങ്ങൾക്ക് പാപം പുറത്തു വന്ന് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളെ രക്ഷയുടെ മോക്ഷത്തിന്റെ വഴിയിലേക്ക്, കവാടത്തിലേക്ക് വഴി നടത്തി ആ സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാൻ നിങ്ങൾക്ക് ആരുണ്ട് വേറെ എന്ന ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. റബ്ബിന്റെ കാരുണ്യമാണ്. അപ്പൊ അങ്ങനെ ആ കാരുണ്യം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള അവസരങ്ങൾ തുറന്നു തരികയാണ്. ആ അവസരങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു അവസരം അത് നമുക്കിന്ന് വന്നു കിട്ടാം. ഇപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വന്നു കിട്ടാൻ പോവുകയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ പറയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പ്രസംഗിക്കാൻ ധാരാളം അവസരമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കാണുമ്പോൾ വഴിമാറി നടക്കുന്നതിന്റെ വിധം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പോ പ്രസംഗം ഒരുപാട് ഇനിയും നമുക്ക് നടത്താനുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് കാര്യം പറയാം. 1-2 പോയിന്റുകൾ മാത്രം. എന്താണ് പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഈ റമദാൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ റമദാനോടുകൂടി നമുക്ക് സാധ്യമാകേണ്ടുന്ന ഒരൊറ്റ കാര്യമാണ്. ആ ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കണം. ഈ റമദാനിലോടുകൂടി തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കണം. അലി റളിയല്ലാഹു അൻഹു തഖ്വയുടെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽറിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തിരിച്ചുപോക്കിനുള്ള തയ്യാറെടുപ്പ്. നമ്മൾ പ്രവാസജീവികളാണ്, നമ്മൾ പ്രവാസത്തിലാണ്. ഈ ദുനിയാവ് ഒരു പ്രവാസമാണ്. പ്രവാസം അനുഭവിച്ചവരാണ് ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷവും ഞാൻ വിശ്വസിക്കുന്നു. കുൻ ഫി ദുനിയ കഅന്നക ഗരീബ വഅബിറു സബീൽ. ഈ ദുനിയാവെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു എന്താ പറയാ, വിദേശിയെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞില്ലേ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താ ബന്ധം? അല്ലാഹുവിന്റെ റസൂല് ഉറങ്ങി എഴുന്നേറ്റ് കിടന്നെഴുന്നേറ്റ് ശരീരത്തിൽ ഈത്തപ്പനയുടെ ഓലയുടെ പായയിൽ കിടന്നിട്ട് ഇതിന്റെ പാട് പതിഞ്ഞത് കണ്ട സങ്കടം തോന്നിയ സ്വഹാബികളോട് പറഞ്ഞു, പ്രവാചകരെ എന്ത് കഷ്ടപ്പാട്, എന്തിനിങ്ങനെ കഷ്ടപ്പെടണം? അങ്ങേക്ക് ഞങ്ങൾ ഒരു വിരിപ്പ് തരാൻ. അല്ലാഹു റസൂൽ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ വിരിപ്പൊന്നും ആവശ്യമില്ല. അവർ പറഞ്ഞു, പ്രവാചകരെ അങ്ങയെപ്പോലെ രാജ്യം ഭരിക്കുന്ന, സമൂഹത്തെ നയിക്കുന്ന വലിയ വലിയ ആളുകൾ ലോകത്ത് വേറെ ഉണ്ട്, ഇസ്രയേൽ കൈസറും, അവരൊക്കെ എന്തുമാത്രം സുഖസൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത്. അങ്ങേക്ക് എന്തുകൊണ്ടൊരു വിരിപ്പിലെങ്കിലും കിടന്നുകൂടാന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ന് കൊടുത്ത മറുപടി എന്നല്ലേ, അവർ ദുനിയാവാണ് ആഗ്രഹിക്കുന്നത്. അവരുടേത് ദുനിയാവ്. അവർ ദുനിയാവ് കൊണ്ട് തീരുന്നു. അവരുടെ കൊട്ടാരങ്ങളും കൊത്തളങ്ങളും അവരുടെ സൗകര്യങ്ങളും ആഡംബരങ്ങളും പൊങ്ങച്ചങ്ങളും സുഖങ്ങളും അവരുടെ തീറ്റയും അവരുടെ കുടിയും എല്ലാം ഈ ദുനിയാവിൽ തീരുന്നു. വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു ഫന്നാറു മത്വൽ ലഹും. നിഷേധികളുടെ അവസ്ഥ എന്താണെന്നറിയോ? കാലികൾ തിന്നും പോലെ തിന്നും, കാലികൾ കുടിക്കും പോലെ കുടിക്കും, സുഖിച്ച് മതിച്ച് ഇവിടെ തീർന്നു പോകുന്നു. ഫന്നാറു മത്വൽ ലഹും. അവസാനം എത്തിപ്പെടേണ്ടുന്നത് അവിടെ നരകമാകുന്ന സങ്കേതത്തില. പക്ഷെ ഞാനും ഈ ദുനിയാവ് തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ഒരു യാത്രക്കാരനെ പോലെ അയാൾ സഞ്ചരിക്കുകയാണ്. ഒന്നുകിൽ അയാൾ കാൽനടയായിട്ട് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഒട്ടൻപുറത്ത് സഞ്ചരിക്കുകയാണ്. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ അയാൾക്ക് ക്ഷീണം വരുന്നു, വിശ്രമം തോന്നുന്നു, വിശ്രമിക്കണമെന്ന് തോന്നുന്നു. അപ്പൊ അയാൾ ഒരു മരം കാണുന്നു. ആ മരത്തിന്റെ തണലിൽ ഒരു മനുഷ്യൻ ആ മരത്തിന്റെ തണലിൽ ഇത്തിരി വിശ്രമിച്ചിട്ട് കുറച്ചു സമയം അവിടെ ചെലവഴിച്ചിട്ട് പിന്നെ ആ മരവും തണലും വിട്ടേച്ചുകൊണ്ട് അയാളുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ദുനിയാവ് ഞാനൊരു വെറും തണലായിട്ട് കാണുകയാണ്. ഈ ദുനിയാവ് ചെറിയൊരു വിശ്രമ കേന്ദ്രമായിട്ട് കാണുകയാണ്. ഈ ദുനിയാവ് ഞാനൊരു പരദേശമായിട്ട് കാണുകയാണ്. ഈ ദുനിയാവിൽ ഞാനൊരു പ്രവാസിയാണ്. ഈ ദുനിയാവിൽ ഞാനൊരു വഴിയാത്രക്കാരനാണ്. ഇങ്ങനെയാണ് എന്റെ ജീവിതമെന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പുതപ്പും വേണ്ട, എനിക്ക് നിങ്ങളുടെ വിരിപ്പും വേണ്ട, എനിക്ക് നിങ്ങളുടെ സൗകര്യങ്ങളൊന്നും വേണ്ട എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠം ഈ ജീവിതത്തിന്റെ നശ്വരമായ നിസ്സാരമായ അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇത് ഭയങ്കരമായ സംഭവമാണ്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈഫിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما.
വഫിൽ ആഖിറതി അദാബുൻ അലീമുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വരിദ്വാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായി ജീവിതത്തെ ആവിഷ്കരിച്ചിരിക്കുന്നു നോക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സങ്കല്പം തന്നെ മറ്റൊന്ന. യഅലമു, നിങ്ങൾ ഈ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞ് ഇത് വെറും ലഅബുൻ വലഹുൻ, കളിയാണ്, വിനോദമാണ്, തമാശയാണ്. ലഅബുൻ വലഹുൻ വസീനത്തുൻ, അതിനൊക്കെ വേറെയും ചില വ്യാഖ്യാനങ്ങളുണ്ട്. കുട്ടിക്കാലത്തെ കളി, അത് കഴിഞ്ഞിട്ടുള്ള വിനോദം, അത് കഴിഞ്ഞിട്ടുള്ള പ്രൗഢിയും അഹങ്കാരവും മോടിയും ധാടിയും. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള പെരുമ നടിക്കലും പ്രൗഢി നടിക്കലും. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾക്കിടയിൽ സമ്പത്തിലും സന്തതികളിലുമുള്ള പരസ്പരമുള്ള മത്സരം. അതൊക്കെ ഇങ്ങനെ നടക്കുക ദുനിയാവിൽ. അതൊക്കെയാണ് നടക്കുന്നത്. ആ കളിയിൽ നിന്ന് തുടങ്ങി വിനോദത്തിൽ നിന്നും പ്രൗഢിയിൽ നിന്നും ആഡംബരത്തിൽ നിന്നൊക്കെ പോയി അവസാനം മത്സരത്തിന്റെ ഒരവസ്ഥയിലേക്ക് എത്തുക. നീയോ ഞാനോ എന്ന മത്സരമാണ്. എന്റെ മക്കളും നിന്റെ മക്കളും, എന്റെ മക്കളെക്കാൾ നിന്റെ മക്കളെക്കാൾ യോഗ്യരാണ് എന്റെ മക്കൾ. എന്റെ മക്കളൊക്കെ ഫുൾ A+. എന്റെ മക്കൾ ഫസ്റ്റ് റാങ്ക്, എന്റെ മക്കളുടെ സ്റ്റാൻഡേർഡ് കൂടുതലാണ്, നിനക്കതില്ല. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മത്സരം, ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ മത്സരം, അയൽവക്കക്കാർ തമ്മിൽ മത്സരം. കണ്ടിട്ടില്ല? ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങ് കൊണ്ടുപോയി മണ്ണിട്ട് മൂടുന്നത് വരെ, ഖബറിടം നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ നിങ്ങളുടെ മത്സരം തുടരും. നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കും. ഇതാ ജീവിതം. ഈ ഒരു മത്സരം, ഈ കളിയും ചിരിയും വിനോദവും ആഹ്ലാദവും ആനന്ദവും, ഈ പറഞ്ഞ ആഡംബരങ്ങളും പൊങ്ങച്ചങ്ങളും പരസ്പരമുള്ള പ്രൗഢിയും പരസ്പരമുള്ള പോരും മത്സരവും. കമസലി ഗൈസിൻ, എന്നാ മനസ്സിലാക്കണം, ഇതൊരു മഴ പോലെയാ. കമസലി ഗൈസിൻ അഅ്ജബൽ കുഫാറ നബാ, മഴയിൽ മുളച്ചു പൊന്തുന്ന സസ്യലതാദികൾ കണ്ടിട്ട്, കൃഷി കണ്ടിട്ട് ഒരു കർഷകൻ അത്ഭുതപ്പെട്ടു പോകുന്ന കർഷകൻ അത്ഭുതപ്പെട്ടു പോകും. എന്തൊരു വിളയാ! നമ്മൾ ദുനിയാവിങ്ങനെ പുഷ്പിച്ച് തളിർത്ത് പൂത്ത് കായ്ച്ച് ഇങ്ങനെ ദുനിയാവ് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സംഭവം, എന്തോ ഒരു വരുമാനമാണ്, എന്റെ ബാങ്കിൽ എന്തോ ഒരു ബാലൻസാ, എന്റെ മക്കൾ എന്തൊരു സെറ്റപ്പാ, എന്തോ ഒരു കച്ചവടമാണ്, എന്തോ ജീവിതം എങ്ങനെ ഉണ്ടല്ലേ. ഒരു മഴയ്ക്ക് മുളച്ചു പൊന്തുന്ന സസ്യങ്ങളെ പോലെ, കൃഷിയെ പോലെ ഇതിങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തി പൊളച്ചുകൊണ്ട് നിൽക്കും. പക്ഷെ അഅ്ജബൽ കുഫാറ നബാത്ത്, പിന്നെന്താണ് സംഭവിക്കുന്നത്? അത് കുറച്ചു കാലത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? അത് ഉണങ്ങും, പിന്നെ അത് മഞ്ഞളിക്കും, പിന്നെ അത് ധൂളികളായിട്ട് പൊടികളായിട്ട് പറന്നു പോകും. ഒന്നും ഉണ്ടാവില്ല. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ. ഇതാണ് ജീവിതമെന്ന് കരുതിയ നിഷേധികൾ, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ലാത്തവർ, ഈ കളിക്ക് നിന്നവർ, ഈ പൊങ്ങച്ചത്തിന് നിന്നവർ, ഇങ്ങനെ പരസ്പരം പോരടിച്ചവർ, മത്സരിച്ചവർ, അഹങ്കരിച്ചവർ, ആർഭാടങ്ങളിൽ മുങ്ങിയവർ, ജീവിതത്തിന്റെ ഈ എന്താ പറയാ, ഈ മാസ്മരികതയിൽ മുങ്ങി മരിച്ചവർ. അങ്ങനെയുണ്ട് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ വയസ്സന്മാർക്കൊന്നും പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നുമല്ല പറയാ. ഇപ്പൊ എന്താ പറയാ, വൈബ് എന്ന് പറയണം. വൈബ് എന്ന് പറയണം. അത് ഭയങ്കര വൈബാ. ഞങ്ങളൊക്കെ തന്ത വൈബാ. വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പൊ എന്താ, ഞാൻ പിന്നെ ഡിക്ഷണറി നോക്കി എന്താ ഈ വൈബ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ മലയാളത്തിൽ അതിന്റെ അർത്ഥം എന്താ പറയുക, കമ്പെന്ന്. പിന്നെ അതിന് വേറെ കുറെ അർത്ഥങ്ങളുണ്ട്. എന്തായിരുന്നാലും പ്രയോഗത്തിൽ ഇപ്പൊ വൈബാണ്. വൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഇഷ്ടംപോലെ തിന്നുക, ഇഷ്ടംപോലെ കുടിക്കുക, കുതിച്ചു മതിച്ച് അങ്ങനെ ജീവിക്കാൻ, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരവസ്ഥ. പ്രത്യേകിച്ചും പുതുതലമുറ, നമ്മുടെ ചെറുപ്പക്കാരികളും അങ്ങനെ ആവണമെന്ന് ബോധപൂർവം തീരുമാനിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമ്മളിൽ നിന്ന് അടർത്തി കൊണ്ടുപോയി ഒന്നുമല്ലാതാക്കി തീർക്കുന്ന, വെടക്കാക്കി തനിക്കാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വലിയ ഫോക്കസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ക്യാമ്പസുകളിലുണ്ട്, അവർ സോഷ്യൽ മീഡിയയിലുണ്ട്, അവർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂ വൈബ്. എന്താണ് വൈബ്? ഈ പുതിയ വൈബ് എന്താ? ഇപ്പോഴത്തെ വൈബ് എന്താണെന്നറിയോ? വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ കുട്ടികൾ വീട്ടിലെത്തൂല, അതാണ് വൈബ്, നൈറ്റ് വൈബ്. എന്താണ് മോൻ? ഞാനിപ്പോ ഒരാഴ്ച മുമ്പ് എറണാകുളത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരിക, കുറച്ച് വൈകി, 12 മണിയൊക്കെ ആയി. അപ്പൊ പലയിടത്തും ചെറുപ്പക്കാരിങ്ങനെ കൂടി ചായക്കടകളിലും മറ്റും വെച്ച് ഇങ്ങനെ കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കുട്ടികൾക്കൊന്നും ഉറക്കല്ലേ പടച്ചോനെ. അപ്പൊ എന്റെ മോനോട് പറയാം, ഇപ്പൊ അത് നൈറ്റ് വൈബാണ്. ഇപ്പൊ അങ്ങനെയാണ്. രാത്രി കുട്ടികൾ ഉറങ്ങൂല, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കണം. അതാ ജീവിതം എന്ന് പറഞ്ഞാൽ. എൻജോയ്, ആസ്വദിക്കുക എന്നുള്ളതാണ്. ആസ്വദിക്കുക, ചോദിക്കാനും പറയാനും പറ്റൂല, മിണ്ടാൻ പറ്റൂല, നിങ്ങൾക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുന്ന,
അതാണ് സ്വാതന്ത്ര്യമെന്നും, അതാണ് ഫ്രീഡമെന്നും, അതാണ് ലിബർട്ടി എന്നും, അതാണ് ലിബറലിസം എന്നും അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടെ പ്രത്യേകമായ പദ്ധതികളുമായിട്ട് നമ്മുടെ കുട്ടികളുടെ കൂടെയുണ്ട്. ഇന്നലെ കോഴിക്കോടുള്ള ഒരു പ്രമുഖനായ ഒരു ബിസിനസ്സുകാരന്റെ ഒരു പരിപാടിയിൽ ഞങ്ങളൊരു പള്ളി ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ കണ്ടു. കോഴിക്കോട് ബീച്ചിനടുത്തായുള്ള വീട്, വലിയ വ്യാപാരം, ഇവിടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യാപാരിയൊക്കെ ആളെ പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അദ്ദേഹമായിട്ട് കുറെ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പൊ കോഴിക്കോടിന്റെ അവസ്ഥ, ബീച്ചിന്റെ അവസ്ഥ എന്താണെന്നറിയോ, നമുക്കൊന്നും ഫാമിലിയുമായിട്ടൊന്ന് പുറത്തിറങ്ങി പോകാൻ പറ്റൂല. പ്രത്യേകിച്ച് രാത്രി ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു വന്നിട്ട് അഴിഞ്ഞാടി കൂത്താടി നേരം പുലരുന്നത് വരെ കൂക്കും വിളിയും ബഹളവും. കോഴിക്കോട് കടപ്പുറത്ത് നൈറ്റ് വൈബാണ്. എന്താണ് ജീവിതം? ഇങ്ങനെ പഠിപ്പിച്ച് ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലികളെ പോലെ, കാലികൾക്ക് സമാനമായി ഉലായിക്കല്ല നാണി ബൽഹും അവൽ, അല്ല കാലികളെക്കാളും വൃത്തികെട്ട അവസ്ഥയിൽ അധപ്പതിച്ച അവസ്ഥ. കാലികൾ ചെയ്യാത്തത് മനുഷ്യൻ ചെയ്യുമ്പോ, മൃഗങ്ങൾക്ക് പറ്റാത്ത പണി. മൃഗങ്ങളിൽ ലെസ്ബിയൻസ് ഉണ്ടോ? മൃഗങ്ങളിൽ ഗേയ്സ് ഉണ്ടോ? മൃഗങ്ങളിൽ ഇവർ പറയുന്ന LGBTQ ഇങ്ങനെ സംഗതികളോട് ഇതൊന്നും ജന്തുലോകത്ത് പോലും പരിചയമില്ലാത്ത, ജന്തുക്കൾക്ക് പോലും അന്യമായ, ചെയ്യാൻ കഴിയാത്ത വൃത്തികെട്ട സംഭവങ്ങളെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണം. ഇതാണ് നമ്മുടെ അവകാശം. മൈ ബോഡി മൈ റൈറ്റ്, മൈ ബോഡി മൈ ചോയ്സ്. ഇതൊക്കെ ഇപ്പൊ പറയാം. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. ഇതിന്റെ വേറൊരു രൂപം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാഹു അഫഅന്ത തകൂന അലൈഹി വകീല. സ്വന്തം ഇച്ഛകളെ ദൈവമാക്കുന്നവൻ, സ്വന്തം ആഗ്രഹങ്ങളെ, മൈ ചോയ്സ്, മൈ ലൈഫ്, മൈ ബോഡി മൈ റൈറ്റ്, ഇതാണ് ഹവ. ഇങ്ങനെ ഹവയെ ഇലാഹാക്കി ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, തോന്നലുകളെ, തോന്നിയാസങ്ങളെ പടച്ചവനാക്കി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അവരെ വിട്ടേക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? ആ പറഞ്ഞൊരു സാഹചര്യം ഇത് വളരെ ശക്തമായി സമൂഹത്തിൽ രൂപപ്പെട്ടിരിക്കുക. അതാണ് ലഅബുൻ വലഹുബുൻ വസീനത്തുൻ വതഫാഖുറുൻ. ഇതൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഇതിങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, വളരെ കരുതിയില്ല എങ്കിൽ വരും തലമുറ ദീനിലില്ല, നമ്മുടെ പ്രസ്ഥാനത്തിലില്ല, ദീനിലില്ല, നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലക്ക് അവരവർ നമ്മളെ അംഗീകരിക്കില്ല. പ്രത്യേകമായ ഒരു അവസ്ഥയിൽ മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരിയുടെ, ഈ പറഞ്ഞ പ്രത്യേകമായ വൈബുകളുടെ ലോകത്ത് സഞ്ചരിച്ചിട്ട് ഒന്നുമല്ലാതായി തീർന്ന് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ മക്കളും തലമുറയും ആയിത്തീരുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാ. അപ്പൊ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. ഇതെന്താണെന്നത് ഇത് ഒരു മഴക്ക് പെയ്ത് മുളച്ചു പൊന്തുന്ന, നമ്മൾ പറയും ഇന്നലെ പെയ്ത മഴയ്ക്ക് എന്ത് മുളക്കുന്ന തവരാന്ന് പഴമക്കാര് പറയും. പക്ഷെ നാളെ ഒരു വെയിലിൽ, നാളത്തെ ഒരു ചൂടിൽ, ഒരു വളർച്ചയിൽ അത് വാടി കരിഞ്ഞുണങ്ങി ധൂളിയായി പോകും. ഇതാകുന്നു ജീവിതമെന്ന് മനസ്സിലാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ഈ നശ്വരമായ ഭാവത്തെ സംബന്ധിച്ച്, നിസ്സാരമായ അവസ്ഥയെ സംബന്ധിച്ച്, ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് മനസ്സിലാക്കി ജീവിതം എന്ന് പറഞ്ഞ ഈ കളിയും ചിരിയൊക്കെ തീരും. ഈ ആനന്ദവും ആഹ്ലാദവും ആർഭാടവും ഒക്കെ അവസാനിക്കും. ഇതെല്ലാം തീർന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവസാനം പിന്നെ എന്താണെന്നറിയോ? മെല്ലെ 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 ജീവിതത്തിന്റെ എല്ലാ മനോഹാരിതകളും നഷ്ടപ്പെടും. മധുരം നഷ്ടപ്പെടും. നമ്മൾ പറയാറുണ്ട് ജീവിതത്തിന്റെ മധുരം നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ വലിയ പ്രമേഹ രോഗമുള്ളവരെ കുറിച്ച് പറയാറുണ്ട്. അവർക്ക് ജീവിതത്തിന്റെ മധുരം, അഥവാ ജീവിതത്തിൽ മധുരം കഴിക്കാനുള്ള അവരുടെ അവസ്ഥ നഷ്ടപ്പെടും. അത് മാത്രമല്ല, ജീവിതത്തിന്റെ മധുരവും ജീവിതത്തിന്റെ താളവും ജീവിതത്തിന്റെ അവസ്ഥയും നഷ്ടപ്പെടും. മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ ഞെട്ടിവിറച്ചു പോകും. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പരപ്പനങ്ങാടിയിൽ ഒരു പ്രസംഗത്തിന് പോയി. ഞാൻ മുമ്പ് അവിടെ ഒരു വർഷം ഖുതുബ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പൊ അന്ന് 10-30 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പൊ അവിടെ നിന്ന് അന്നത്തെ പരിചയപ്പെട്ട ആളുകളൊക്കെ ഞാൻ കണ്ടു. അതിൽ രണ്ടുപേരെ കണ്ട് എന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. അവിടുത്തെ പ്രമുഖനായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, നഹാ കുടുംബത്തിൽപ്പെട്ട നഹാ സാഹിബ് എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന മാന്യനായ മനുഷ്യൻ. അദ്ദേഹം പരിപാടിക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്ന അദ്ദേഹത്തിന് കേൾക്കണമെന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. കൈ നിൽക്കുന്നില്ല, കാലുറക്കുന്നില്ല, വിറച്ചു നിൽക്കുന്നു. എങ്ങനെയാണ് മനുഷ്യരിങ്ങനെ? വേറൊരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഹമീദ് മാഷല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതെ ഹമീദ് മാഷാണ്. എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്? ഒന്നും പറയേണ്ട സാഹിബേ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്ന് നീ നാളെ ഞാൻ, ഇന്ന് നീ നാളെ ഞാൻ. ഇതാണ് ഈ
അവസ്ഥയിലേക്ക് നമ്മളൊക്കെ എത്തിപ്പോവുക. ഇതിങ്ങനെ കഴിഞ്ഞിട്ട് ഈ ദുനിയാവ് അങ്ങോട്ട് തീർന്നു പോകുമ്പോ എന്തുമായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകും. നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരല്ലേ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൽ നിന്ന് വന്നവരാ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകണം. ഈ ജീവിതം നമുക്ക് പറയുന്നത് ഒരേ ഒരു ചാൻസാ. ഈ ചാൻസ് ഇവിടെ നഷ്ടപ്പെടും, ഇതിവിടെ അവസാനിക്കും. ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം. മടക്കി വെച്ച് തിരിച്ചു പോകുമ്പോ അതിന് പ്രത്യേകമായ തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഞാനൊരു ഉച്ചയ്ക്ക് എനിക്കൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ആ സദസ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിൽ ആരാണ് ഇപ്പോൾ ഇപ്പൊ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ആരാണ് തയ്യാറായി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആരും വേണ്ടിയില്ല. ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന്. പിഞ്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കതയുള്ള ആ കുഞ്ഞ് തയ്യാറാ. പക്ഷെ മുതിർന്ന ഒരു മനുഷ്യനും ഇപ്പൊ എന്റെ റബ്ബ് എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്, ഞാൻ റെഡിയാണ്, എന്റെ കാര്യങ്ങൾ ക്ലിയറാണ് എന്ന് ഒരൊറ്റൊരാൾക്കും പറയാൻ ധൈര്യമില്ലാത്ത വിധം നമ്മൾ ഇന്ന് ജീവിതത്തെ പുണർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരവസരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തിരിച്ചു വിളിക്കൂലേ? ഏത് സമയത്തും തിരിച്ചു വിളിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാദാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു തആല പറഞ്ഞു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പേർത്തും ഈ സത്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവ് ചതിക്കും കേട്ടോ, ദുനിയാവ് ചഞ്ചനയുടെ ചതിയുടെ വിഭവമാണ് കേട്ടോ. അതിൽ പെട്ടുപോകരുത് കേട്ടോ, വീണു പോകരുത് കേട്ടോ. വമഗ്ഫിറത്തു വഫിൽ അല്ലാഹുവിന്റെ അടുത്ത് വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. അള്ളാഹുവിന്റെ അടുത്ത് അവന്റെ പാപമോചനവും അവന്റെ തൃപ്തിയും പൊരുത്തവും അവന്റെ മഹത്തായ സ്വർഗവും ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞു. നമ്മളൊന്നും ചെവിക്കൊള്ളുന്നില്ല. അത് മുസ്ലിയാരുടെ ഒരു പ്രസംഗമായി, അത് മൗലവിയുടെ പ്രസംഗമായി, അല്ലെങ്കിൽ അത് ആർക്കോ വേണ്ടി എവിടെയോ നടത്തുന്ന, ഇതൊന്നും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് പറഞ്ഞ് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്ന് അടുത്ത സെക്കൻഡിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോ നമ്മുടെ കയ്യിൽ എന്തുണ്ടാകും? നമ്മുടെ ഭാണ്ഡം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നാൽ അതിൽ എന്തുണ്ടാകും? നമ്മുടെ കർമ്മങ്ങളിൽ എന്ത് ബാക്കിയാകുമെന്നതാ. നമ്മുടെ കർമ്മങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന രണ്ട് കാര്യങ്ങളില്ലേ, ആ രണ്ട് കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടാത്ത ഒന്നായി മാറും പലപ്പോഴും. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ കൂടെ അവന്റെ ഖബറിലേക്ക് അനുഗമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞില്ലേ, ആ അനുഗമിക്കുന്ന കാര്യങ്ങളൊക്കെയും തിരിച്ചുപോരും. മക്കൾ തിരിച്ചു പോരും. മുതൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുതലിന്റെ ആളുകളുണ്ടെങ്കിൽ തിരിച്ചു പോരും. മുതലും മക്കളും ഒക്കെ തിരിച്ചുപോയി ആ ഖബറിൽ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ബാക്കിയാണ്. അവിടെ അവന്റെ കൂടെ ബാക്കിയാകുന്നത്, ആ ഖബറിൽ അവന് കൂട്ടാകുന്നത്, ആ ഖബറിൽ അവന് തുണയാകുന്നത്, അവന് സഹായമാകുന്നത്, അവന് ആശ്വാസം നൽകുന്നത് അവൻ ചെയ്ത അമലുകളാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഖബറിൽ കൂട്ടായിട്ട് നമുക്ക് എത്ര അമലുണ്ട്? ഖബറിൽ കൂട്ടായിട്ട് നമുക്ക് ആശ്വാസം പകരാൻ, നമ്മുടെ കൂടെ ഉണ്ടാവാൻ എന്ത് അമലാണ് നമ്മൾ ചെയ്തത്? നമ്മൾ വല്ലപ്പോഴും ഒന്ന് നിസ്കരിച്ചതോ ഇപ്പറഞ്ഞ എന്തെങ്കിലും ഒന്ന് രണ്ട് സംഗതികൾ, അതിനപ്പുറത്ത് ജീവിതം മുഴുവനും അതിനപ്പുറത്തെ തലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇവിടെ എം.എ. അസീസ് സാഹിബ് റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞു. 1-ന് 10 10-ന് 100 അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയ്ക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ നോക്കൂ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹ. ഞാൻ എപ്പോഴും ഈ ആയത്തിനെ കുറിച്ച് കുറെ ആലോചിക്കും. എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല 10 ഇരട്ടി കൊടുക്കും. എന്നിട്ട് ഒരു തിന്മയാണെങ്കിൽ അത് മാത്രം, എന്നിട്ട് നന്മകൾ തൂക്കും. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാളിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. നന്മയും തിന്മയും തൂക്കും. നോക്കണം നിങ്ങൾ, ഒരു നന്മ ചെയ്താൽ 10, ഒരു തിന്മ ചെയ്താൽ 1, രണ്ടാമതൊരു നന്മ ചെയ്താൽ 20 കിലോ, ഒരു തിന്മ ചെയ്താൽ 2 കിലോ, മൂന്നാമതൊരു നന്മ ചെയ്താൽ 30 കിലോ, ഒരു തിന്മ ചെയ്താൽ 3 കിലോ. ഇങ്ങനെ 1-ന് 10 കിലോ ഇവിടെ നന്മ പെരുകും, തിന്മ 1 മാത്രം. എന്നിട്ടും തൂക്കിക്കഴിയുമ്പോ നന്മയെക്കാളും തിന്മ ഉയരണമെങ്കിൽ, തിന്മയുടെ തട്ട് താഴെ നിൽക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ മുഴുവനും ജീവിതത്തിന്റെ ഭാവം അത് തിന്മയായിരുന്നു എന്നല്ലേ? അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നരകത്തിലേക്ക് എറിയാൻ കൽപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾ ചെയ്തു തന്നിട്ടും, എന്തുമാത്രം ഓഫറുകൾ നമുക്ക് നൽകിയിട്ടും
ആ ഓഫറുകളൊന്നും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മളതിന് തയ്യാറല്ല എന്നതാണ് സാഹചര്യം. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ കളിയും ചിരിയും ഒക്കെ മാറും, എല്ലാ സന്തോഷങ്ങളും അവസാനിക്കും, ദുഃഖങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ എത്തും. അത് എത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മുതലും മക്കളും വലിയ പ്രശ്നമാണ്. മുതലും മക്കളും, ചില ആളുകൾക്കൊക്കെ മക്കളില്ലാതിരിക്കലാണ് നല്ലതെന്ന് തോന്നും, ചിലർക്ക് മുതലില്ലാതിരിക്കലാണ് നല്ലതെന്ന് തോന്നും. അഥവാ മുതലുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാതിരിക്കലാണ് നല്ലത്. മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? കൊണ്ടുപോയി കബറടക്കി തിരിച്ചു വന്ന് 3 ദിവസം കഴിയുന്നതിന് മുമ്പ് അടി. എത്രയെത്ര വീടുകൾ, എത്രയെത്ര കുടുംബങ്ങളിലാ ജ്യേഷ്ഠനും അനുജനും സഹോദരനും സഹോദരിയും തമ്മിൽ അടി. ഈ മക്കൾക്ക് വേണ്ടിയാണ് അയാൾ ജീവിച്ചത്, ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്, ഹോമിച്ചത്, സമർപ്പിച്ചത് ഈ മക്കൾക്കും അവർക്ക് വേണ്ടിയുള്ള മുതലിനും ദുനിയാവിന് വേണ്ടി. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരവും സൗന്ദര്യവുമായിരുന്നു അത്. പക്ഷേ ആ അലങ്കാരവും സൗന്ദര്യവും ഇന്ന് തിരിഞ്ഞു കുത്തുകയാണ്. ആ മക്കൾ അവരെ അടിയാണ്. ഈ ബാപ്പാക്ക് വേണ്ടി ഓർക്കാനോ പ്രാർത്ഥിക്കാനോ, ബാപ്പാന്റെ കബറിന്റെ അടുത്ത് വന്ന് ഒരു അസ്സലാമു അലൈക്കും ബാപ്പ എന്ന് പറയാനോ പോലും തിരക്കൽക്കിടയിൽ സാധിക്കാത്ത മോന അവിടെ അടിയാണ്. ഇത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് ഈ മക്കളും മുതലും, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ മക്കളും മുതലും ഉപകാരം ചെയ്യൂലട്ടോ. വൽബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുത്ത് ബാക്കിയാകുന്നത് എന്താണെന്നറിയോ? അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ. ഖൈറുൻ ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുത്ത് അതാണ് ഉത്തമം. ഖൈറുൻ അമല, അതിൽ പ്രതീക്ഷ വെക്കണം. മക്കളെക്കാൾ പ്രതീക്ഷ വെക്കേണ്ടത്, മുതലിനേക്കാൾ പ്രതീക്ഷ വെക്കേണ്ടത്, ജീവിതത്തിലുള്ള മറ്റെന്തിനേക്കാളും പ്രതീക്ഷ വെക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മുടെ അമലുകൾ കൊണ്ട്, സ്വാലിഹായ അമൽ കൊണ്ടായിരിക്കണം. അപ്പൊ അമലിന്റെ കെട്ടുകൊണ്ട് നമുക്ക് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബാണ്ട തുറക്കുമ്പോ, നന്മ തിന്മകൾ തൂക്കുമ്പോ അല്ലാഹുവിന്റെ എല്ലാ ഔദാര്യവും കാരുണ്യവും ഉപയോഗപ്പെടുത്തി ഈ തിന്മയുടെ തട്ടിനേക്കാളും നമ്മുടെ നന്മയുടെ തട്ട് താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള ഒരു മാനസികമായ ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതാണോ ജീവിതം? ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ പരിശോധിക്കണം. പറയാറില്ലേ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, ഒരു ഹിസാബ് വരുന്നുണ്ട്, ഒരു കണക്കെടുപ്പ് വരുന്നുണ്ട്. അതിനു മുമ്പ് സ്വയം ഒന്ന് കണക്കെടുക്കണം. നമ്മളെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ മൊബൈൽ ഒന്ന് മാറ്റിവെക്ക്, കുറച്ചു നേരം റീൽസ് കുറച്ച് മാറ്റിവെക്ക്, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ മാറ്റിവെക്ക്, മക്കളും മുതലും ഒക്കെ ഒന്ന് മാറ്റിവെക്ക്. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞിട്ട്, രാവിലെ എഴുന്നേറ്റിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം സ്വസ്ഥമായി ഇരുന്നിട്ട് ആലോചിക്കും, എന്റെ ജീവിതത്തിൽ എന്തുണ്ട് ബാക്കി. നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് ഉത്തമമായിട്ടുള്ളതും പ്രതീക്ഷ വെക്കാവുന്നതുമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്ത് ബാക്കിയുണ്ടെന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന, ആത്മവിചാരണ നടത്താനുള്ള സന്ദർഭമാണ് പ്രിയമുള്ളവർ. അത് നടത്തുക. വസിനു അഅ്മാലക്കും ഖബ്ല അൻ തുസ്ന അലൈക്കും, നിങ്ങളുടെ അമലുകൾ തൂക്കും. അത് തൂക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടില്ലേ ഉമർ റളിയല്ലാഹു അൻഹു? അങ്ങനെ നമ്മുടെ അമലുകൾ നമ്മൾ സ്വന്തം ഒന്ന് തൂക്കി നോക്കിയിട്ട്, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ചിട്ട്, ഒന്ന് വിചാരണ നടത്തിയിട്ട്, ഇപ്പൊ എന്റെ റബ്ബ് എന്നെ തിരിച്ചു വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഇത് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം. ഇല്ലെങ്കിലോ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ് വഅകും മിനസ് സ്വാലിഹീൻ. പടച്ചോനെ, ഒരൽപ്പം കൂടി സമയം, ഞാൻ റെഡി ആയിട്ടല്ലേ പടച്ചോനെ, ഒന്ന് ഒരുങ്ങാനുണ്ട് പടച്ചോനെ. അല്ലാഹു തആല പിന്തിപ്പിക്കോ, വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പിന്തിക്കൂല. അപ്പൊ ആ വിളി വരാനുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാണ് ആ വിളി. അതിന് പ്രായമൊന്നും ആകണ്ട. പ്രായമായവർ മാത്രമാണ് മരിക്കുക, അല്ല, പ്രായമായവരും എപ്പോഴും മരിക്കും, ആരും മരിക്കും. ഏത് ചെറുപ്പക്കാരനും മരിക്കും. എത്രയെത്ര മരണങ്ങളാ, എത്രയെത്ര ആകസ്മിക മരണങ്ങളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയും. കുഴഞ്ഞു വീണെന്നല്ല മരിക്കുന്നു, മരിച്ചിട്ട് കുഴഞ്ഞു വീഴ. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മരണം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നു എന്ന്, മരണത്തിന്റെ മഞ്ചലുമായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന്, കുഴിച്ചു വെച്ച കബറിലേക്കാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അടുത്ത തുണിഷാപ്പിൽ മുറിക്കാനുള്ള തുണി, കഫൻ പുടവ നിങ്ങളുടേതാണെന്ന്, അടുത്ത് വെട്ടാനിരിക്കുന്ന കുഴി നിങ്ങൾക്ക് വേണ്ടിയാണെന്ന്, അടുത്ത് അനൗൺസ് ചെയ്യപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ പേരാണെന്ന് എന്നോട് ഞാനും നിങ്ങളോട് നിങ്ങളും പറയുന്നുവെങ്കിൽ നമുക്ക് നിലമറന്ന് കളിക്കാൻ പറ്റൂല. നമ്മൾ തയ്യാറായിക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പിന്തിക്കൂല. ഒരു വസിയത്ത് പറയാൻ പോലും, മക്കളെ ഇങ്ങനെ കാര്യങ്ങളുണ്ട് അല്ലേ? ഖുർആനിൽ എടുത്ത് പറഞ്ഞില്ലേ, ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ പറഞ്ഞിട്ടില്ലേ? വേറൊരു സാഹചര്യത്തിൽ ഒരു വസിയത്ത് പറഞ്ഞ, മോളെ ഉപ്പ പോവുകയാണ്, മോനെ വാപ്പ പോവുകയാണ്,
ഇങ്ങനെയൊക്കെ ചെയ്യണേ, അങ്ങനെ ചെയ്യണം. പറ്റില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. വീട്ടിൽ നിന്ന് ഇറങ്ങി ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയ ആളുടെ വൈകുന്നേരം ആംബുലൻസിലാണ് വരുന്നത്. ആംബുലൻസ് വന്നിട്ട് വീടിന്റെ മുമ്പിൽ ഇറക്കുമ്പോ ജീവനോടെ സ്വന്തം കുടുംബങ്ങളിലേക്ക് മടങ്ങാനും തിരിച്ചു പോരാനും അവർക്ക് സാധിക്കാത്ത വിധം ജീവിതത്തിന്റെ നശ്വരമായ ഭാവം ഇതാണെന്ന് മനസ്സിലാക്കി, നിസാരമായ ഭാവം ഇതാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളെ, നിമിഷങ്ങളെ, ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു സമയമാണെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എവിടെയാണ് കുഴപ്പങ്ങൾ, എവിടെയാണ് വീഴ്ചകൾ എന്ന് കണ്ടെത്തി തിരുത്തി ഈ റമദാൻ കഴിയുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിളിച്ചാൽ ഞാൻ പോകാൻ തയ്യാറാണ്, റെഡിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എപ്പ മരിച്ചാലും മുസ്ലിമാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹനെ പേടിച്ചോ, അല്ലാഹനെ സൂക്ഷിച്ചോ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ. മുസ്ലിമായിട്ട് മരിക്കണമെങ്കിലേ മുസ്ലിമായിട്ട് ജീവിക്കണം. മുസ്ലിമായിട്ട് ജീവിച്ചാൽ മുസ്ലിമായി മരിക്കും. കാഫിറായി ജീവിച്ചാൽ കാഫിറായിട്ടാ മരിക്കാം. മുനാഫിക്കായിട്ട് ജീവിച്ചാൽ മുനാഫിക്കായിട്ട് മരിക്കും. ധിക്കാരിയായി തമ്മാടിയായി ജീവിച്ചാൽ തമ്മാടിയായിട്ട് മരിക്കും. താൻ തോന്നിയായിട്ട് ജീവിച്ചാൽ താൻ തോന്നിയായിട്ട് മരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകം ലഭിച്ചെങ്കിൽ മാത്രം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കുന്നത് എപ്പോഴെന്നറിയില്ല. മരിക്കുമ്പോ മുസ്ലിമാകണം. മരിക്കുമ്പോ മുസ്ലിമാകണമെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പേർത്തും നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ട് അള്ളാഹു എന്നെ തിരിച്ചു വിളിച്ചാൽ, ഏത് സമയത്ത് എന്നെ തിരിച്ചു വിളിച്ചാൽ ഞാൻ ക്ലിയറാ, എന്റെ കാര്യങ്ങൾ ക്ലിയറാ, എല്ലാം തയ്യാറാ, ഞാൻ വരാൻ, ഞാൻ റെഡിയാണ്, ഞാൻ തിരിച്ചു പോകാൻ തയ്യാറാണ്. തിരിച്ചു പോകുന്ന ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. പ്രവാസം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രവാസി എന്റെ കാര്യങ്ങളൊക്കെ ഭദ്രമാണെന്ന് പറയില്ലേ, അങ്ങനെ ചില പ്രവാസികളുണ്ട്. അവർക്ക് പിന്നെയും നാട്ടുകാർ പിരിച്ചെടുത്ത് ടിക്കറ്റ് കൊടുക്കണം. അവശനായ അല്ലെങ്കിൽ തൊലഞ്ഞുപോയ പ്രവാസി ഇല്ലേ. ഇങ്ങനെ ഒരു പ്രവാസമായിട്ട് ദുനിയാവിലെ നമ്മുടെ ജീവിതം മാറരുത് പ്രിയമുള്ളവരെ. അതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തയ്യാറെടുപ്പ്, റമദാനിനെ സ്വീകരിച്ച്, റമദാനിനെ ഉൾക്കൊണ്ട്, റമദാനിലൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുത്ത് പുതിയൊരു ജന്മം, ശവ്വാലിന്റെ പിറ അവിടെ ഉണ്ടാകുമ്പോ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് ഇവിടെ പിറക്കണം, ജനിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അഹ്ലൻ യാ റമദാൻ, അഹ്ലൻ വസഹ്ലൻ യാ റമദാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആ റമദാനിനെ അതിനുവേണ്ടി കാത്തിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ പൊതിയുന്ന, അനുഗ്രഹങ്ങൾ വാരി കോരി ചൊരിയുന്ന മാസമാണ് റമദാൻ. അറിയല്ലോ, ഞാൻ അവസാനം കൂടുതൽ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വെച്ച് നരകത്തിന്റെ കവാടങ്ങൾ അടച്ച് പിശാചിനെ ബന്ധിച്ച് നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഒരുക്കി തരിക. അപ്പൊ ആ റമദാനിനെ അങ്ങനെ തന്നെ കണ്ടു ഉൾക്കൊണ്ട് അതിന്റെ ഫലങ്ങൾ മുഴുവനും വാരി കോരിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഇപ്പൊ തന്നെ മാനസികമായിട്ട് ഉറപ്പിക്കുക പ്രിയമുള്ളവരെ. അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമദാൻ. എന്നിട്ട് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഒരു ചാൻസ് കൂടെ തരണം, ഈ റമദാൻ എനിക്ക് തരണം. ഇതെന്റെ അവസാനത്തെ റമദാൻ ആയാലും കുഴപ്പമില്ല, ഇതെനിക്ക് തരണം. ഈ റമദാനിലോടുകൂടി ഞാൻ ഒരു പുതിയ മനുഷ്യനായി നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പ് നടത്താൻ ഞാൻ സന്നദ്ധനാണെന്ന് മാനസികമായി പറയാൻ ഈ റമദാനിലൂടെ നമുക്ക് സാധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് റമദാനിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാകും. അതുകൂടെ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാകും, നല്ലൊരു ടൈം ടേബിൾ. എന്താ ടൈം ടേബിൾ എന്ന് വെച്ചാൽ ഫുഡിന്റെ അല്ല. ഒന്നാം നോമ്പിന് ഉള്ളിവട, രണ്ടാം നോമ്പിന് പരിപ്പുവട, ആ ടൈം ടേബിൾ അല്ല. അതങ്ങൾ നിങ്ങൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കരിച്ചതും പിടിച്ചതും ഒന്ന് കുറക്കണം നല്ലതാണ് കേട്ടോ. അതെന്തായിരുന്നാലും നമ്മുടെ ശരീരത്തെ കൂടുതൽ അത് കഴിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും, സാന്ദർഭികമായിട്ട് പറയാം. അപ്പൊ കരിപരികളുടെ ഭക്ഷണത്തിന്റെ ഫുഡിന്റെ മെനു അതിന്റെ ടൈം ടേബിൾ അല്ല. അല്ലെങ്കിൽ ഈ സൽക്കാരം ആ സൽക്കാരം അതിന്റെ ടൈം ടേബിൾ അല്ല. റമദാനിൽ നമുക്ക് അമലുകളുടെ, സൽക്കർമ്മങ്ങളുടെ ടൈം ടേബിൾ. ഖുർആൻ എത്ര പഠിക്കും? റമദാൻ ഖുർആന്റെ മാസമാണല്ലോ. ഖുർആൻ എത്ര പഠിക്കും? ഇവിടെ പറഞ്ഞില്ല, ഖുർആൻ ഒരായത്തെങ്കിലും ഇവിടെ മനോഹരമായൊരു കുട്ടി ഖുർആൻ ഓതി. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഓതി പഠിച്ച്, നമ്മളൊക്കെയും ഓതി ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആനിൽ ചിന്തിക്കുക, മനനം ചെയ്യുക, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. വൽ അമലു ബിത്തൻസീൽ, ഖുർആനിന്റെ ജീവിതത്തിന്റെ ഇമാമാക്കുക. വൽ ഖുർആൻ ഇമാമി എന്ന് ഉസ്താക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ തെൽക്കീൻ ചൊല്ലുമ്പോൾ പറയാൻ കൊടുക്കാറുണ്ട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പറയാറില്ല. വൽ ഖുർആൻ ഇമാമി, മലക്കുകൾ വന്ന് നിന്നോട് ചോദിക്കും നിന്റെ ഇമാം ആരാണെന്ന്. അപ്പൊ ഖുർആനാണെന്ന് പറയണം.
ഇമാം എന്ന് പറഞ്ഞാൽ എന്താ പള്ളിയിലെ മുസ്ലിയാരെന്നാണോ? അല്ല, അത് ഗൈഡാണ്, നമ്മുടെ ലീഡറാണ്, നമ്മളെ ലീഡ് ചെയ്യുന്നു. എവിടേക്ക്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഏറ്റവും നല്ല മാർഗത്തിലേക്ക് ഖുർആൻ നമ്മളെ വഴി നടത്തും. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ പഠനം, പാരായണം, അത് ബൈഹർട്ടാക്കൽ, അത് വായിക്കൽ, അതിന്റെ ക്ലാസുകൾ. ഒന്നാമത്തെ കാര്യം, ആരാധനകളൊക്കെ വർദ്ധിപ്പിക്കുക. ഫർളുകൾ അങ്ങനെ ഉണ്ട്, സുന്നത്തുകൾ ധാരാളമായിട്ട് ചെയ്യണം, രാത്രി നമസ്കരിക്കണം, പള്ളികൾ സജീവമാക്കണം, ഖിയാമുൽ ലൈലുകൾ ജനനിബിഡമായിരിക്കണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, ഇഫ്താറുകൾ ഉണ്ടാകണം, ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, സമര പോരാട്ടങ്ങളുടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ കർമ്മനിരതമായ നാളുകളായിരിക്കണം. ബദ്റിന്റെ മാസ റമദാൻ കിടന്നുറങ്ങാനും കുത്തിയിരിക്കാനുള്ള മാസമല്ല. AC ഇട്ടിട്ട് സമയം കളഞ്ഞ് ചെലവഴിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കാനുള്ള സമയമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ സമര പോരാട്ടങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അധ്വാന പരിശ്രമങ്ങളുടെ മാസം. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് മാത്രം ഈ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം, മനോഹരമായി ഉപയോഗപ്പെടുത്താൻ, ഇതിന്റെ എല്ലാ നന്മകളും വാരിക്കോരിയെടുക്കാൻ, നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്ത് റബ്ബിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുന്ന ഒരവസ്ഥയിൽ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ MSC സാഹിബിന്റെ ഒരു വാചകത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. റബ്ബിലേക്ക് നമ്മൾ മടങ്ങിയാലില്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. പക്ഷെ റബ്ബുമായി ബന്ധപ്പെട്ട പാപങ്ങളെ പൊറുക്കൂ. പടച്ചവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച അല്ലാഹു തആല പൊറുക്കും. അതിന്റെ ഷർത്തുകൾ പറഞ്ഞുകളൊക്കെ വേറുണ്ട്, അത് വേറെ. പക്ഷെ പടപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ, റബ്ബ് സുബ്ഹാനഹു വ തആല പൊറുക്കൂലട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം, ആത്മപരിശോധന നടത്തണം. ആരോടൊക്കെ പ്രശ്നം? അയൽവാസികളായിട്ട് പ്രശ്നമുണ്ടോ? സുഹൃത്തുക്കളായിട്ട് പ്രശ്നമുണ്ടോ? നാട്ടുകാരായിട്ട് പ്രശ്നമുണ്ടോ? കുടുംബങ്ങളായിട്ടൊക്കെ പ്രശ്നമുണ്ടോ? മനുഷ്യരോടുള്ള പ്രശ്നങ്ങളൊക്കെയും തീർത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയണം. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല. അപ്പൊ പടച്ചവനോടുള്ള കടപ്പാടുകളൊക്കെ നിർവഹിക്കുമ്പോ പടപ്പുകളോടുള്ള കടപ്പാടുകളും നിർവഹിച്ചു മനുഷ്യരോട് ഏറ്റവും നല്ല ബന്ധം. അല്ലെങ്കിൽ എന്തിനാ സഹോദരന്മാരെ ഈ 4 നാളത്തെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കുരിഷ്ടവും കുന്നായ്മയും പ്രശ്നങ്ങളും എന്തിനാണിത്? വിട്ടുവീഴ്ച കാണിച്ച് വിശാല മനസ്സോടുകൂടി അവനെ തന്റെ സഹോദരനെ ചേർത്ത് പിടിച്ച് അവനോട് മാപ്പ് പറഞ്ഞ് അവന്റെ നെറുകയിൽ ഒരു ഉമ്മ വെച്ച് കൈപിടിച്ച് സലാം പറഞ്ഞ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിച്ചൂടെ? അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു പോയിക്കൂടെ? മനുഷ്യരുമായിട്ടൊക്കെ നല്ല ബന്ധം കാസൂക്ഷിക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. ഉണ്ടാകാൻ മനുഷ്യ സഹജമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യരാണ്. എന്നാൽ അതൊക്കെ തീർത്ത് റബ്ബിലേക്ക് മടങ്ങണം. അങ്ങനെ റബ്ബിലേക്ക് മടങ്ങുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കാനായിട്ട് റയ്യാൻ എന്ന സ്വർഗ കവാടം പ്രത്യേകം തുറന്നു വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. നോമ്പനുഷ്ഠിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കും. അല്ലാഹുവേ, ആ സ്വർഗീയമായ കവാടം, പ്രത്യേകമായ സ്വർഗീയാരാമത്തിലെ സ്വർഗ കവാടത്തിന്റെ റയ്യാനിലൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ തമ്പുരാൻ. റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാൻ. ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ അമലുകളിൽ ഇഖ്ലാസ് നിറക്കണേ താതാ. കാപട്യത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവന് ഞങ്ങൾക്ക് ദീർഘായുസ്സും നൽകണേ താതാ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. ദീർഘായുസ്സും ആരോഗ്യവും മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാൻ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. വേദനയിൽ നിന്ന് ആശ്വാസം നൽകണേ താതാ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് തിരിച്ചു വന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, നീ തിരിച്ചു വെച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരികൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ നാഥ. നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സ്വർഗീയ സുഖങ്ങളിൽ അവരുടെ ബർസഖി ജീവിതം നീ ആക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ അത്യുന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റമദാനിന്റെ മനസ്സിൽ